ഡിപ്ലോമ ചേർന്നു? അഡ്മിഷൻ കിട്ടി. പിന്നെ 2 ദിവസം ഞാൻ പോയി. നമ്മുടെ പ്രോഗ്രാമിൽ 20 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എങ്ങനെയുണ്ട്? ക്ലാസ് തുടങ്ങിയില്ല, അങ്ങനെ ഇൻഡക്ഷൻ പ്രോഗ്രാം ആയിട്ട് നടത്തുക ഫ്രഷേഴ്സ്. പിന്നെ പെൺകുട്ടികളില്ലേ അതിനകത്ത്? ആരെ എനിക്ക് അറിയില്ല, ഞാൻ പെട്ടെന്ന് ഗേൾസ് ഉണ്ടോ എന്നാ ചോദിച്ചത്. ഗേൾസ് വെസ്റ്റിലാണ്. ഓക്കെ, പിന്നെ വീട്ടിൽ ഇങ്ങനെ അതിന് പോകണ്ട, അങ്ങനെയാണെങ്കിൽ +2 കഴിഞ്ഞ് 10 കഴിഞ്ഞ് നേരെ പോയപ്പോഴായിരുന്നു അല്ലെങ്കിൽ കോഴ്സ് പോയിക്കൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. 10 കഴിഞ്ഞാലും ഡിപ്ലോമക്ക് പോവാം, പക്ഷെ ലാറ്ററൽ എൻട്രിയിൽ പിന്നെ ക്വാളിഫിക്കേഷൻ കൂട്ടാൻ പറ്റില്ല. ഈ ഡിപ്ലോമക്ക് എന്തുകൊണ്ടാണ് പോകാൻ പറയുന്നത് വെച്ചാൽ, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ, ഇപ്പൊ കീമിന് ഓപ്ഷൻ ഇല്ലാത്തവരോടാണല്ലോ പറയുന്നത്. ആ മിസ്സായ ഒരു കൊല്ലം പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത കൊല്ലം കീമിൽ ചേരുന്നതിന് പകരം ഡിപ്ലോമ കഴിഞ്ഞിട്ട് ലാറ്ററൽ എൻട്രിയിൽ ചേർന്നാൽ നല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോട് കൂടി എഞ്ചിനീയർ ആവും. എഞ്ചിനീയറിംഗ് ആണ് ഓപ്ഷൻ. അടുത്ത കൊല്ലം കീം എഴുതിയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് മെച്ചം. പിന്നെ പാരാമെഡിക്കൽ എന്ന് പറയുന്നത് 500 പേര് പുറത്തിറങ്ങിയാൽ ഒരു 5 പേർക്ക് ജോലി കിട്ടും. പിന്നെ ജീവിതാന്തം ഒരേ പണിയായിരിക്കും. ഓക്കെ, നമ്മള് ഒരു ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട് ഡാർക്ക് റൂമിൽ ജീവിതാന്തം പണിയെടുക്കണോ? അത് ഞാൻ പറഞ്ഞു, പക്ഷേ വീട്ടില് എന്തിനാ 2 നാട്ടുകാരും എല്ലാം ഈ 2 കൊല്ലം പോയല്ലോ. 2 കൊല്ലം പോയി എന്ന് പറയരുത്. അപ്പൊ അവരോട് പറയണം, 2 കൊല്ലം കൊണ്ട് ഞാൻ പല കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള നോളജ് കുറച്ചും കൂടി അധികം കിട്ടിയിട്ടുണ്ട്. മനക്കെട്ട് പഠിച്ചല്ലോ. അപ്പൊ 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് പഠിക്കാൻ പറ്റിയ 2 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് കേട്ടോണ്ടിരുന്നാല് കേട്ടോ, അതിനേ സമയം ഉണ്ടാവുള്ളൂ കാര്യം. നീ പോടാന്ന് പറയാം, ആരെങ്കിലും പറഞ്ഞാൽ പോണാൽ പോകട്ടും പോടാ എന്താ പറയാ, എന്താ പറയാ? നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട മോളെ, നിന്റെ ജീവിതം എനിക്ക് ആണോ അല്ലയോ? അപ്പൊ 2-3 കാരണങ്ങളുണ്ട്. ഇപ്പം ഓപ്ഷൻ ചോദിച്ചോണ്ടാണ്, ഡിപ്ലോമയുടെ ഓപ്ഷൻ ചോദിക്കാത്ത ഒരാളോട് ഞാൻ ഡിപ്ലോമക്ക് പോകണമെന്ന് പറയും. 2 ഓപ്ഷൻ ചോദിച്ചു, ഒന്ന് ഡിപ്ലോമ വേണോ പാരാമെഡിക്കൽ വേണോ. പാരാമെഡിക്കലിലുള്ള കുഴപ്പം എന്താ വെച്ചാല്, ഒരു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നാല് ആ പണിയെ കിട്ടുള്ളൂ. അവിടെ മാത്സ് ബുദ്ധിമുട്ടാണോ പഠിക്കാൻ? ഞാനതാ ചോദിച്ചത്, ഞാൻ ആ സമയത്തും ചോദിച്ചിരുന്നു, മാത്സ് പഠിക്കാൻ പറ്റുമോ എന്ന് സ്വന്തം തീരുമാനിക്കാൻ. ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്ന ഒരാൾക്ക് ഡിപ്ലോമക്കുള്ള മാത്സ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്നതാണല്ലോ. ഇപ്പൊ മോള് 2 കൊല്ലം ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിച്ചതിന്റെ ബുദ്ധിയും വിവരമൊക്കെ ഇല്ല. ഇനി ആ 2 കൊല്ലം കുറച്ചും കൂടി നല്ല പോലെ മാത്സും കൂടി പഠിച്ചാല് മോളുടെ കൂടെ പഠിക്കുന്ന എല്ലാവരുടെയും വിവരം നോക്കുമ്പോൾ അതിനേക്കാളും ഒരു 10 മടങ്ങ് വിവരമുള്ള ആളാണ് മോള്, അത് ഉറപ്പാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തി കൊണ്ടുപോകാനുള്ള ധൈര്യവും ഒക്കെ ഉണ്ടാവുന്നത് മാത്രം. അതില്ലെങ്കിൽ നീ എന്റെ അടുത്ത് വരില്ലല്ലോ. ഇങ്ങനെ വരുമോ? ആ ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ വരുന്നത്. എപ്പോ വിളിച്ചപ്പോ? ഇന്നലെ പെട്ടെന്ന് 3 മണിക്ക് മെസ്സേജ് അയച്ചു, പക്ഷെ 4 മണിയാകുമ്പോ സർവൈവർ ഡൗണായി, ആകെ പോയി. അപ്പൊ പിന്നെ അപ്പൊ പോയി, ഇനിയൊന്നും ഇല്ലാതെ. ഞാൻ 4 മണിക്ക് മെസ്സേജ് അയച്ചു, പക്ഷെ അത് ഡെലിവർ ആവുന്നുണ്ടായിട്ടില്ല. ഇവിടെ സർവൈവർ കട്ടായി. അപ്പൊ ഡെലിവർ ആവാത്തപ്പോ ഞാൻ എന്ത് ചെയ്തു, അത് കട്ട് ചെയ്തിട്ട് വേറെ ആൾക്ക് കൊടുത്തു. ഓരോ സമയം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കല്ലേ നമ്മളെ.
അതിനെ കാത്തു നിന്നിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കോളോ ഒരു മെസ്സേജോ ഉണ്ടെങ്കിൽ നോക്കാം. ഇപ്പൊ മോൾ ഇന്നിപ്പോ മെസ്സേജ് അടിച്ചു, അപ്പൊ തന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്തില്ലേ. എന്നിട്ട് എത്ര സമയം കാത്തിരിക്കുന്നു? 10-15 മിനിറ്റ് അല്ലേ കാത്തിരിക്കണം. ഡോണ്ട് വറി, ഞാൻ അതുകൊണ്ടാ വിളിക്കുന്നത്. ബൈ ചാൻസ് ചിലപ്പം വാട്സപ്പ് കിട്ടിയെന്ന് വരില്ല, ഡെലിവറി കാണിച്ചാലും ചിലപ്പോ ഉണ്ടാകുന്നില്ല. സൈറബാനു എന്റെ കുട്ടിയല്ലേ, എന്തിനാ കരയണേ? എന്റെ കുട്ടി 2 ലക്ഷം പേര് 3 ലക്ഷം പേര് നീറ്റ് എഴുതിയാല് അതിനകത്ത് എത്ര പേർക്ക് കിട്ടുന്നത്? എല്ലാവർക്കും കൊടുക്കാനുള്ള സീറ്റ് ഉണ്ടാവും. അപ്പോ കുറച്ച് പേർക്കേ കിട്ടുള്ളൂ. അത് കോമ്പറ്റീറ്റീവ് എക്സാം അല്ലേ, എന്തായാലും കുറച്ച് പേർക്കേ കിട്ടുള്ളൂ. നല്ലോണം പഠിക്കാൻ പറ്റുന്ന കുട്ടിയാണോ, ധൈര്യത്തിൽ പഠിക്കുവോ, എന്തും പഠിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? ഏത് ബ്രാഞ്ചാ എടുത്തിരിക്കണേ? അത് ഇഷ്ടമായിട്ടാണോ എടുത്തത്? പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടല്ലേ വിളിച്ചത്. പിന്നെ ഒരു ദിവസം അന്ന് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. ഡിഗ്രി കഴിഞ്ഞു, വേറെ ഒന്നിനും ഓപ്ഷൻ കൊടുക്കാം. അതെ, അങ്ങനെ കൊടുത്തത്. ഞാൻ സാധാരണ പറയാ കോർ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും എടുക്കണം. നാളെ ബിടെക്കിന് പോകുന്ന സമയത്ത് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രാക്ടിക്കലാണ്. കമ്പ്യൂട്ടർ സയൻസ് പ്രാക്ടിക്കൽ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ഒരു കച്ചവടം തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഹാർഡ്വെയർ ഒക്കെ പഠിക്കുകയാണെങ്കിൽ എനിക്ക് കൊള്ളാം, റിപ്പയറിങ്ങോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാം. ഹാർഡ്വെയർ പഠിപ്പിക്കുമായിരുന്നല്ലോ. കോളേജിനെ കുറിച്ച് ഒന്നിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളാണ്. അല്ല, അതൊന്നും ബാധകമല്ല. നിനക്ക് താല്പര്യം ഉണ്ടോ പഠിക്കാൻ, ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. വേറെ ഏതെങ്കിലും BS IIT ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ രജിസ്റ്റർ ചെയ്യണം. കേട്ടിട്ട് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. കേട്ട് കഴിഞ്ഞാൽ ഉടനെ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്താലേ കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നതിൽ ഒരു 10% കേട്ട് 90% കേൾക്കാണ്ട് അന്ന് പറഞ്ഞില്ല 10%. അതാ ഞാൻ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. വേറെയും കുറെ കാര്യങ്ങൾ പറയണ്ട, അതൊക്കെ കേൾക്കണം. ആരൊക്കെ ഉണ്ട് ഇപ്പൊ വീട്ടില്? നാട്ടിലുണ്ട്. പിന്നെ അനിയൻ 5ാം ക്ലാസ്സിലാണ്. ഇക്കാക്ക കൊച്ചിയില് സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെന്താ വേണ്ടത്? എനിക്ക് സിവിൽ എന്താ വേണ്ടെന്ന് ചോദിച്ചു. സിവില് വേണ്ടാന്ന് ഇതുപോലെ ഡിപ്ലോമ എടുത്തതാ. അപ്പൊ എന്നോട് പറഞ്ഞു ഇതെടുക്കണ്ട, ആരെന്നത് മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞില്ല. എല്ലാരും ഇത് എടുക്കണ്ടെന്നാണ് പറയുന്നത്. കാരണം ബിടെക് കഴിയണേ, എനിക്കിപ്പോ 26 20 വയസ്സാവും. ഒരു ബിടെക് എടുത്ത് കഴിഞ്ഞാൽ 26 വയസ്സാവും. എന്നിട്ട് എപ്പോഴാ ലൈഫ് സെറ്റ് ആക്കാന്നുള്ളൊരു കൺഫ്യൂഷൻ. നീ ഇപ്പൊ ലൈഫ് സെറ്റ് ആക്കി വേഗം ആരെങ്കിലും മംഗലം കഴിച്ച് കുടിക്കാം. അതും പഠിക്കുന്നില്ലേ ഞാൻ ചെയ്തോ, ഒന്നും ചെയ്യില്ല അങ്ങനെ. കാരണം ഒന്നും ചെയ്യാൻ തോന്നില്ല. ഒരു പ്ലാനില്ല. കാരണം എന്താണെന്ന് കൊടുക്കാൻ ഓപ്ഷൻ റീനീറ്റ് വന്നപ്പോ ഒക്കെ പോയി. നീറ്റില് നല്ല സ്കോർ ഉണ്ട്. എവിടെ പഴയ കഥ പോട്ടെ. പഴയ ലവർ വേറെ ആരോ കല്യാണം കഴിച്ച് പോയി എന്നുള്ളതല്ല. നീറ്റ് എന്നെ കൂടെ വന്നില്ല, വേറെ ആരുടെയോ കൂടെ പോയി. അത് പോട്ടെ നോക്കാം. ഓക്കെ, അതുകൊണ്ട് 12ാം ക്ലാസ് കഴിയേണ്ട കാര്യമില്ല, ഡിപ്ലോമ ചെയ്യാന്ന് പറയുന്നവരോട് പറയാം. ഞാൻ അവിടെ നിർത്തല്ല, ഞാൻ ബിടെക്കിന് ചെയ്തു. അതേപോലെ BS എടുക്കുന്നുണ്ട്. അതേപോലെ കുറെ എക്സ്ട്രാ ഓൺലൈൻ കോഴ്സ് ചെയ്യുക, നല്ലോണം പഠിക്കുക. ലാംഗ്വേജ് സ്കിൽ ഹാസ് ടു ബി ഇംപ്രൂവ്ഡ്. ഹൗ ഈസ് യുവർ ലാംഗ്വേജ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് not enough. So prepare some questions and then come, we will have discussions. Okay, എന്റെ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ കുറേ ഡിസ്കഷൻ നടത്തുന്ന പാകിസ്ഥാൻ ഡോക്ടർ TPS അടിച്ചു നോക്കിയിട്ടുണ്ട്. അതിനകത്ത് കാണാം ചെറിയ പിള്ളേര്, 7ാം ക്ലാസ്സിലെ പിള്ളേര് വന്നിട്ട് എന്നോട് സംസാരിക്കും. വാട്ട് ആർ യു ഡൂയിങ്, ഹൗ ആർ യു ഡൂയിങ്, കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഉമ്മ വന്ന് പറയും, എനിക്ക് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യണം. ഇവർ ഇംഗ്ലീഷ് അറിയിച്ചു, ഇല്ല ഉറുദു അറിയും. ഇവർ പഠിച്ചിട്ട് അടുത്ത ആഴ്ച, ഒരാഴ്ച കൊണ്ട് ക്വസ്റ്റ്യൻ എഴുതി പഠിച്ച് ബൈഹാർട്ട് പഠിച്ച് എന്റെ മുമ്പിൽ. മനസ്സിലായോ? നല്ലോണം പഠിക്കാൻ പറ്റുന്ന കഴിവുള്ള പിള്ളേരാണ്, വലിയ ബഹുമാനം. പക്ഷെ അത് നല്ലോണം ഉപയോഗിക്കണം. വീട്ടിൽ നിന്ന് പോയിട്ട് വരാനുള്ള ദൂരല്ലേ ഉള്ളൂ.
ഒരു 45 മിനിറ്റ് കൊണ്ട് ആ 45 മിനിറ്റും എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് ടോക്ക് കേട്ടോണ്ടിരിക്കുക. ഫോണ് ഇല്ല, ഇല്ല. വേണ്ട. പേപ്പർ വായിക്കാമോ? അങ്ങനെ വായിക്കണം. ഇംഗ്ലീഷ് പേപ്പർ പഴയത് വായിക്കണം. പഴയതായാലും കുഴപ്പമില്ല. ലൈബ്രറി പോവാ, ഇംഗ്ലീഷ് പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ബുക്ക് എടുക്കുക, വായിക്കുക. അപ്പൊ വൊക്കാബുലറി കൂടും. പുതിയ തുടക്കല്ലേ, നല്ല ഫ്രഷ് ആയിട്ട് തുടങ്ങും. അപ്പൊ ലോകം മാറും. എല്ലാരും കാണുന്ന ലോകമല്ല നമ്മൾ കാണും. മനസ്സിലായോ? അങ്ങനെ വലിയ ചിന്തകള് ചെറിയ പ്രായാന്ന് വിചാരിക്കണ്ട. ഇപ്പൊ എത്ര പ്രായമായി? ഈ 26 കഴിഞ്ഞ 20 വയസ്സ്. ഓക്കെ, അവരെല്ലാരും 20 വയസ്സെന്ന് പറയുമ്പോ നീ പെരുമാറുന്ന എങ്ങനെ പെരുമാറുന്ന അറിയാം? ഒരു 30 വയസ്സിന്റെ പെരുമാറ്റം ഉണ്ട്. അപ്പൊ എന്ത് വരും? ആ ബോൾഡ്നെസ് കാണിക്കും. ഓക്കെ, കരയാനുള്ളതൊക്കെ നമുക്ക് പിന്നെയും കരയാൻ സമയം ഇഷ്ടം പോലെ. ജീവിതം ഇഷ്ടം പോലെ കിടക്കല്ലേ കരയാൻ വേണ്ടിട്ട്. ഇപ്പോഴേ തുടങ്ങി എന്താ ചെയ്യാ? ഇപ്പൊ എൻജോയ് ചെയ്യേണ്ട സമയം. പഠിക്കുക, എൻജോയ് ചെയ്യുക. എല്ലാരും പറയുന്നത് അന്വേഷിച്ചപ്പോ സ്കിൽസ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അതെങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. അതിനാണ് ഡിപ്ലോമ. ഡിപ്ലോമ നല്ല സ്കിൽഫുൾ ആയിട്ടാ തരുക. ഡിഗ്രിക്ക് പോയിട്ടുള്ളവർക്കൊന്നും സ്കിൽ ഉണ്ടാവില്ല. ഒന്ന്, നമ്പർ 1. നമ്പർ 2, 2ഓ 3ഓ കോഴ്സിന് ചേരുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് അത് നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ ഫിസിക്സിന്റെ സിലബസ് എടുക്കുക, ഫിസിക്സിന്റെ റെഫറൻസ് ബുക്ക് എടുക്കുക, ഗൂഗിളിൽ ഓരോ വാക്കും നോക്കുക, പഠിക്കുക. അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല വിവരം വരും. ഓരോ തിയറും പറയുമ്പോൾ അതിനെ പ്രാക്ടിക്കലായിട്ട് ഈ തിയറം ഏതെങ്കിലും യൂട്യൂബിൽ പറയുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് നോക്കുക. അപ്പൊ അത് പഠിക്കുക. അങ്ങനെ ഇഷ്ടംപോലെ പ്രാക്ടിക്കൽ കാണിക്കുന്ന വെബ്സൈറ്റുകളും കിട്ടുന്ന ഡെഫിനിഷൻസും ഒക്കെ ഉണ്ട് പലയിടത്തും. നമ്മൾ തപ്പി കണ്ടുപിടിക്കണം എന്നോ. ഇപ്പൊ സമാധാനായോ? എന്റെ കോള് കിട്ടില്ലെങ്കിൽ വിളിച്ചാ പോരെ മോളെ. മൊത്തം പോയി. മഴ ആയതുകൊണ്ട് നോ പ്രോബ്ലം. എന്റെ മോളായിട്ട് കരുതാം. നിന്നെ സ്റ്റുഡന്റ് ആക്കി. എന്താ കഴിച്ച മോള്? ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചു. എന്താ കഴിച്ചേ? ചോറ്, മീൻകറി. എന്ത് മീനാ? അത് ഞാൻ മീൻ കൂട്ടൂല. മീൻ കൂട്ടില് പിന്നെ കൂട്ടിട്ട് കഴിച്ചു. കറി പിന്നെ വേറെന്തായിരുന്നു? ഉപ്പ വന്നിട്ട് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കല്ലോ ഉമ്മ? വൈകുന്നേരം ചായക്ക് സ്പെഷ്യൽ. ഉപ്പ എവിടെയാണ്? ദുബായിൽ എവിടെയാ? നിങ്ങൾ ഒറിജിനലി കൊയിലാണ്ടിക്കാരനെയാ? ഇവിടെ സിവിൽ സ്റ്റേഷന്റെ താഴെ. എങ്ങനെയാ പോവാ? ബസ്സിന് പോവാ? സിവിലിന് ലിമിറ്റഡ് കയറിയ നേരെ കോളേജിന് മുമ്പിലേക്ക്. വലിയ ബുദ്ധിമുട്ടില്ല അപ്പൊ? ഇല്ല, വീടിന് മുമ്പിൽ തന്നെ ബസ്. ഒറ്റ ബസ്? ഒറ്റ ബസ്. പിന്നെ ഇടക്കിടക്ക് മഴയും സമരവും ബന്ധുവെല്ലാം പോകും വേണ്ട. 20-ന് തുടങ്ങിയിട്ട് ക്ലാസ്. പക്ഷെ ഞാൻ 2 ദിവസമേ പോയിട്ടുള്ളൂ. നല്ലോണം ഇരുന്ന് പഠിക്കണം. ബാക്കി സമയം വെറുതെ കളയരുത്. ഓക്കെ, നല്ല ഗമയിൽ ഇരുന്ന് പഠിക്കാം. ഈ യൂറോപ്പിലൊക്കെ എല്ലാ കോളേജുകളുടെ പേരും പോളിടെക്നിക് എന്നാണ്. MBA പഠിക്കുന്ന കോളേജിലും പോളിടെക്നിക് എന്ന് പറയാം. അങ്ങനെയാണ് ഈ പോളിടെക്നിക് എന്നുള്ള പേര് വന്നത്. പക്ഷെ എന്താ പോളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മുഖത്തൊരു പുച്ഛം നിനക്കറിയില്ല. പോളി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എന്നർത്ഥം. പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ കുറെ ടെക്നിക്കുള്ള സ്ഥലം.
അറിയാത്തവരാണ്. അവരോട് ഈ പോളിടെക്നിക്ക് മോശമെന്ന് പറയുമ്പോൾ അവരുടെ അർത്ഥം ചോദിക്കണം. പോളിടെക്നിക്കിന്റെ അർത്ഥം അറിയാം നിങ്ങൾക്ക് ചോദിക്കും. ഈ പറയുന്നവർക്ക് അറിയുണ്ടാവും. ഞാനിപ്പോ പറഞ്ഞ പോലെ പറയാൻ പറ്റുമോ? പറ്റുമോന്ന് അല്ല, ബാക്കിയുള്ളവർക്ക് പറയാൻ പറ്റുമോ അർത്ഥം ഇതേപോലെ? പോളിനോമിയൽ കേട്ട് പോളിടെക്നിക്ക് മോശമെന്ന് പറയുന്നവരോട് പോളിനോമിയൽ കേട്ടിട്ടുണ്ടോ? എന്താ പോളിനോമിയൽ? കുറേ വേരിയബിൾസ് ആഡ് ചെയ്തിട്ടുള്ള ഇക്വേഷനെയാണ് പോളിനോമിയൽ എന്ന് പറയാം. ax plus by plus cz എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നതിന് പോളിനോമിയൽ എന്ന് പറയാം. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ രണ്ടേ ഉണ്ടാവും. ബൈ എന്ന് പറഞ്ഞാൽ രണ്ട്, പോളി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ. ഇപ്പൊ പോളിടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കുറെ ടെക്നിക്കുള്ള സ്ഥലം. ഉഷാറായോ എന്ന് പറയാം. ആ പോളിടെക്നിക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നോക്കുക ഡിക്ഷണറിയിൽ. അങ്ങനെ ഒരു ദിവസം അറിയാത്ത 20 വാക്ക് എഴുതിയിട്ട് 20ന്റെ അർത്ഥം പഠിക്കണം. ഞാൻ ഒരു ദിവസം വന്ന് ചോദിക്കും, നേരെ കൊയിലാണ്ടി വരും. അത് പറഞ്ഞില്ലെങ്കിൽ ചെവിക്ക് നല്ല പിടുത്തം കിട്ടും. എല്ലാ ദിവസവും 20 പുതിയ വാക്കുകൾ. ഓക്കെ, അങ്ങനെ പഠിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ ഓരോ ദിവസവും പഠിക്കുമ്പോൾ 300 ദിവസം കഴിയുമ്പോൾ എത്ര വാക്കായി എന്ന് ആലോചിച്ചു. 6000 വാക്കായി. 6000 പുതിയ ടെക്നിക്കൽ വേർഡ് പഠിച്ചാൽ നീ ഏത് എഞ്ചിനീയറെക്കാളും പോകുന്നത്. ഒക്കെ ഉണ്ടാവും, നല്ല വിവരമുണ്ടാവും. ഞാൻ ആദ്യം ചോദിച്ചില്ലേ കുറെ പൈസ ഉണ്ടോ, പ്രൈവറ്റിൽ പോയി ചേരാൻ പറ്റുമോ? അതൊന്നും ഇല്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ട് നമുക്ക് പറ്റുന്നത് നന്നായിട്ട് ഉണ്ടാക്കാം. അത്രല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാ പറഞ്ഞത് പല കോളേജുകളും എനിക്കൊക്കെ, ഞാനൊക്കെ എഞ്ചിനീയറിംഗിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എൻട്രി പിള്ളേരെയാണ്. കാരണം അവർക്ക് പ്രാക്ടിക്കൽ നല്ലോണം അറിയും. അത് അറിയണം, പഠിക്കണം നല്ലോണം. ഓക്കെ, ഇതെടുത്ത യൂട്യൂബിൽ ഗുഡ് ഗേൾ. Thank you.